CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. എനിക്ക് തോന്നുന്നു ഈ സിനിമയെ പറ്റിയിട്ട് ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല, വലുതായിട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് സിനിമയായിട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഒരു അടിപൊളി സിനിമ. വളരെ പതുക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ആമസോൺ പ്രൈമിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ പതുക്കെന്ന് പറയാനായിട്ടുള്ള കാരണം ആ ഒരു കഥ പറച്ചിൽ രീതി തന്നെ അങ്ങനെയാണ്. ആദ്യം ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറെ പറ്റിയിട്ട് കാണിക്കുന്നു. 33 വർഷം SI ആയിട്ടിരുന്ന രാമചന്ദ്രൻ റിട്ടയർഡ് ആവുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ലൈഫ് ബോറടിച്ച് തുടങ്ങുന്നതും അത് കഴിഞ്ഞിട്ടൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥാപനം തുടങ്ങുന്നു. അങ്ങനെ പുള്ളി ഒരു കേസിനകത്ത് എത്തിപ്പെടുകയാണ്. ഒരു മർഡർ കേസിൽ എത്തിപ്പെടുന്നു. ആ ഒരു പോലീസുകാർ ആ ഒരു അക്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആൾ അല്ല ഈ ഒരു മർഡർ ചെയ്തതെന്ന് പുള്ളിക്ക് തോന്നുന്നതും ഈ ഒരു കേസ് രാമചന്ദ്രൻ്റേതായ വഴികളിലൂടെ അന്വേഷിക്കുന്നതും ആ കേസ് കണ്ടെത്തുന്നതുമാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നതും. ആ ഒരു വേ ഓഫ് കഥ പറച്ചിലുണ്ട്, അത് ഭയങ്കര രസമാണ്. ആദ്യം രാമചന്ദ്രനെ പറ്റിയിട്ടാണ് ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കാണിക്കുന്നത്. ആരാണ് രാമചന്ദ്രൻ? സിൻസിയറായിട്ട് വർക്ക് ചെയ്ത ഒരു ക്രൈം ഡിറ്റക്റ്റീവ് SI ആയിരുന്നു. ഭയങ്കര സിൻസിയറായിട്ട് വർക്ക് ചെയ്തൊരു പോലീസുകാരൻ. റിട്ടയർ ആയി കഴിഞ്ഞിട്ട് തൻ്റെ റിട്ടയർഡ് ജീവിതം നയിക്കുന്നതിന് പകരം പുള്ളി വീണ്ടും കേസ് അന്വേഷണത്തിലേക്ക് പോകുന്നതും ഈ ഒരു കേസിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്നും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, എങ്ങനെ ഈ ഒരു കേസിനെ അപ്രോച്ച് ചെയ്യുന്നു. ഒരു ഡിറ്റക്റ്റീവ് സ്റ്റൈലുണ്ട് നമ്മളങ്ങനെ മലയാളത്തിൽ ഒരുപാട് കാണാത്ത. എന്നാൽ രാമചന്ദ്രൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. യൂഷ്വലി നമ്മൾ സിനിമകൾ കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുന്ന സമയത്ത് ആദ്യം കേസിനെ കേസ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ടീം വരുന്നു. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യം രാമചന്ദ്രനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് രാമചന്ദ്രൻ ഈ ഒരു കേസിനകത്ത് എത്തിപ്പെടുന്നു. രാമചന്ദ്രനുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ രാമചന്ദ്രൻ ഈ ഒരു കേസിനകത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് എത്തിപ്പെടുന്നു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. ആ ഒരു പോലീസുകാർ അന്വേഷിക്കുന്നതിന് പാരലായിട്ട് രാമചന്ദ്രൻ അന്വേഷിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രതിയെ കണ്ടെത്തുന്നതാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാം. നമുക്ക് ആദ്യം സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പലരും സംശയിക്കും, ഓക്കെ ഇയാളായിരിക്കും ചെയ്തത് അല്ലെങ്കിൽ ഇയാളായിരിക്കും ചെയ്തതെന്ന് തോന്നും. പക്ഷെ അത് ഓരോ ഘട്ടം കഴിയുന്ന സമയത്തും അതെല്ലാം ഇവരായിരിക്കില്ല ചെയ്തതെന്ന് പറഞ്ഞ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത, പക്ഷെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരാളെ തന്നെ ഇതിനു മുമ്പ്, അതായത് ഈ ഒരു മർഡർ ചെയ്ത ആരാണ് നമ്മൾ ഓൾറെഡി സിനിമ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കാണുന്നുണ്ട്. ആ ഒരാളെ ഇതിനകത്തുകൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഇയാളാണ് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് നല്ല രസമായിട്ട് ഇതിന് പറഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര വലിയ ട്വിസ്റ്റ് എലമെൻറ്റുകളൊന്നും അങ്ങനെ വലിയ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കഥ പറയുന്ന ഒരു രീതിയുണ്ട്. അത് നന്നായിട്ട് തന്നെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഷാജോൺ നമുക്കറിയാവുന്നതാണ്. ഷാജോൺ ഈ ഒരു പോലീസ് വേഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. ആ ഒരു കേസ് അന്വേഷിക്കുന്ന രീതിയായാലും ഓരോരുത്തരോട് അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മൾ യൂഷ്വലി കാണാറുള്ള ഷാജോൻ്റെ ആ ഒരു ഭയങ്കര ക്രൂവൽ പോലീസുകാരനല്ല ഇവിടെ ഒരു ഡിറ്റക്റ്റീവ് മൈൻഡുള്ള ഒരു CID മൈൻഡുള്ള ഒരു സത്യസന്ധനായ പോലീസുകാരൻ. പുള്ളിക്ക് ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന കുറച്ച് മോശം എക്സ്പീരിയൻസ്, പക്ഷേ പുള്ളിക്കാരനെ സഹായിക്കാനായിട്ട് കുറേ പോലീസുകാരുണ്ട്. അങ്ങനെ ഈ ഒരു പോലീസുകാരുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അവർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട സിനിമയാണ്. കാരണം അതിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയാണ്, കഥ പറച്ചിൽ രീതികൾ അങ്ങനെയാണ്. പക്ഷെ നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തെ കുറച്ച് ചുരുളഴിയാത്ത നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ പുള്ളി അത് സോൾവ് ചെയ്ത് പോകുന്നത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.